വീർത്തുപൊട്ടാറായ വയറും പൊക്കിളുമായി വേദന കൊണ്ട് വാവിട്ട് കരയുന്ന ഈ കുരുന്നു ജീവന് നേരെ മുഖം തിരിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മുടെയൊക്കെ മക്കളുടെ മുഖമൊന്ന് മനസ്സിലാലോചിച്ച് അവർക്കൊരു മിഠായി വാങ്ങി നൽകുന്ന പൈസയെങ്കിലും വെച്ചിട്ട് ഈ പൊന്നു മോൻ്റെ ജീവൻ രക്ഷിക്കാൻ എല്ലാവരും അയച്ചു കൊടുക്കണം. ദർശിത് മോൻ്റെ സർജറി കരൾ മാറ്റിവെക്കൽ എത്രയും പെട്ടെന്ന് നടക്കണം. എൻ്റെ മോനാണ് ദർശിത് ഭവൻ. ഞാനിവിടെ എറണാകുളം അസ്റ്റർ മെഡിസിറ്റിയിലാണ് ഞാൻ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഇനി വായിക്കാനും ഒന്നുമില്ല, ഇനി കേൾക്കാനും ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങളുടെ കൊച്ചിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ഇതുപോലെ ഉണ്ടാവും ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും നിങ്ങളുടെ സഹായം വേണം. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഞങ്ങൾക്ക് വഴിയില്ല. ഞങ്ങൾ നാട്ടുകാരോട് ചോദിച്ചിട്ടും ഞങ്ങൾക്ക് കിട്ടുന്നത്, ഞങ്ങൾ കുറേശ്ശെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് ഇപ്പോൾ കുറേ കടനിലാണ് ഞങ്ങളുള്ളത്. എങ്ങനെയെങ്കിലും നിങ്ങൾ കാല് വെച്ച് ചോദിക്കാൻ ഞങ്ങൾക്ക് കുറച്ചെങ്കിലും സഹായിക്കും പ്ലീസ്. 35 ലക്ഷങ്ങളോളം പൈസ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾ ആരോട് ചോദിക്കാൻ എന്ത് ചോദിക്കാൻ ഞങ്ങൾക്കൊന്നും പിടിയൊന്നുമില്ല. നിങ്ങൾ തന്നെ സഹായിക്കണം. നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ ഞങ്ങളുടെ കൊച്ച് മുന്നോട്ട് പോകാനുള്ള വഴിയുള്ളൂ. അവൻ്റെ വയറും അവൻ്റെ പൊക്കിളൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് സഹായിക്കണം. ഇനി അസ്സലാമലൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം. ഷഹീൻ കെ മൊയ്തീനാണ്. വളരെ എമർജൻസി ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിക്കുന്നത്. കാരണം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട 1 വയസ്സും 6 മാസവും മാത്രം പ്രായമുള്ള ദർശിത് ഭവൻ എന്ന് പറയുന്ന പൊന്നോമന പുത്രൻ നമ്മുടെയൊക്കെ കാരണം കാത്താണ് ഇവിടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ കരൾ മാറ്റിവെക്കൽ സർജറിക്കായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് കൊടുത്തിട്ട് സഹായിക്കണം. ഈ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഈ മോൻ്റെ വയറും പൊക്കിൾ കൊടിയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അവൻ്റെ ഒരു അപകടാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാകും. പ്രിയമുള്ളവർ, ഇവർ ഇടുക്കി ജില്ലയിലെ വട്ടവട സ്വദേശികളാണ്. വട്ടവട എന്ന് പറയുന്നത് തോട്ടം തൊഴിലാളികളും നിത്യവരുമാനക്കാരും തിങ്ങിപ്പാർക്കുന്ന ഒരു വളരെ ആവശ്യതയുള്ള ജനവിഭാഗം താമസിക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ആ നാട്ടിൽ നിന്നൊരു സഹായം കിട്ടാനില്ല. 100 രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയുടെ പരിസരത്ത് നമ്മുടെയൊക്കെ കാരണം കാത്തു കഴിയുന്നത്. പ്രിയമുള്ളവരെ, കുരുന്ന് ജീവൻ രക്ഷിക്കാനായിട്ട് നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാകണം. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് വട്ടവടയിലാണ്. ദർശിത് മോനും എൻ്റെ അച്ഛനും അമ്മയൊക്കെ മണികണ്ഠനൊക്കെ താമസിക്കുന്ന വീടൊക്കെ പോയി കണ്ടു. സത്യം പറഞ്ഞാൽ നെഞ്ചു പൊട്ടുന്ന കാഴ്ചകളാണ്. ഒരു ലയങ്ങൾ പോലത്തെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുള്ള വീടുകളിൽ ഒരു സൗകര്യമില്ലാതെ ഒരു ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന ഒരു കുടുംബമാണ്. ഇവിടെ വട്ടവട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഗണപതി അമ്മാളുണ്ട്, വൈസ് പ്രസിഡന്റ് വേലായുധേട്ടനുണ്ട്, കൂടാതെ വാർഡ് മെമ്പർ മണികണ്ഠൻ്റെയൊക്കെ വാർഡ് മെമ്പർ കുപ്പുസ്വാമി ഉണ്ട്. ഇവരെ കാര്യങ്ങൾ നിങ്ങളോട് കൂടുതൽ സംസാരിക്കും. വീണ്ടും പറയുകയാണ്, ഇതൊരു തോട്ടം തൊഴിലാളി മേഖലയാണ്. വർഷത്തിൽ ചിലപ്പോൾ 3-4 മാസം മാത്രമാണ് ഇവിടുത്തെ പാവങ്ങൾക്ക് തൊഴിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊരു സഹായം കിട്ടാനില്ല. കഴിയാവുന്ന പോലെ നിങ്ങളെല്ലാവരും സഹായിക്കണം. ഈ നാടിനോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാകണം.